ഇതിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈസൻസ് ഉണ്ട്. അത് നിശ്ചയമായും നാം വാങ്ങണം. അതിനുശേഷം കോർപ്പറേഷന്റെ ട്രേഡ് ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസും നാം വാങ്ങേണ്ടതുണ്ട്. അത് വാങ്ങിയ ശേഷം നാം ലേബലിംഗ് ചെയ്ത് സെയിൽസ് ചെയ്യണമെന്നാൽ ആ ലേബലിലെ FSSAI സർട്ടിഫിക്കറ്റ് തീർച്ചയായും വേണം. പിന്നീട് നമുക്ക് ജസ്റ്റ് ഡയലിലെ പരസ്യം കൊടുക്കാം. അതുപോലെ ഇന്ത്യ മാർട്ട് പോലെയുള്ളവകളിൽ പരസ്യം കൊടുക്കാം. GST നമുക്ക് ആവശ്യമായി വരും. നമുക്ക് GST എടുക്കണം. നാം GST എന്ത് പർപ്പസിന് എടുക്കുന്നുവെന്നാൽ നമ്മൾ മെറ്റീരിയൽ വാങ്ങണമെങ്കിൽ 2 ടണ്ണ് 3 ടണ്ണ് ഇത്രയും അളവിൽ വാങ്ങുമ്പോൾ ബില്ല് നമുക്ക് ആവശ്യമാണ്. GST രജിസ്ട്രേഷൻ 20 ലക്ഷം രൂപയിൽ അധികമായി വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ബിസിനസ് 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നാം GST എടുക്കേണ്ടതില്ല. ഈ ലാഭകരമായ ബിസിനസിന്റെ മുഴുവൻ സാധ്യതകളും മനസ്സിലാക്കാൻ വ്യക്തികളെയും സംരംഭകരെയും സഹായിക്കാനാണ് ഞങ്ങളുടെ എഡിബിൾ ഓയിൽ ബിസിനസ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഒരു ഭക്ഷ്യ എണ്ണ ബിസിനസ് ആരംഭിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കും. വിവിധതരം ഭക്ഷ്യ എണ്ണകൾ, അവയുടെ ഉൽപാദനം, സംസ്കരണം എന്നിവയെ കുറിച്ചും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏത് ബിസിനസ് ആയാലും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പണം ആവശ്യമാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, അതും ഒരു വാടക സ്ഥലത്താണ് ആരംഭിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു 6 ലക്ഷം ആവശ്യമായി വരും ഇൻവെസ്റ്റ്മെന്റിന്. ഇത് നിങ്ങൾ ഒരു സ്വന്തം സ്ഥലത്താണ് ചെയ്യുന്നത്, അതും വലിയ തോതിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏകദേശം 15 ലക്ഷം രൂപ ആവശ്യമായി വരും. എന്തിനാണ് ഇത്രത്തോളം പണം മുടക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വുഡ് പ്രസ് ഓയിൽ എടുക്കാൻ പോകുന്നുവെങ്കിൽ അതിന് 2 ലക്ഷം രൂപയോളം ആവശ്യമായി വരും. ആ വുഡ് പ്രസ് മെഷീന് 2 ലക്ഷം രൂപയാണ് വില. ഇത് തന്നെ നിങ്ങൾ കോൾഡ് പ്രസ് ടീ മെഷീനാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3.5 അല്ലെങ്കിൽ 4 ലക്ഷത്തോളം പണം വേണ്ടി വരും. അതുകൂടാതെ സ്ഥലം, നമ്മുടെ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ടാങ്കുകൾ, ഫിൽട്ടർ ചെയ്യുവാനുള്ള സ്റ്റീൽ പാത്രങ്ങൾ, കൂടാതെ കുപ്പികൾ, പാക്കിംഗ് ചെയ്യുവാനുള്ള കുപ്പികൾ, ഇതെല്ലാം ചേർത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം വലിയ തോതിൽ ചെയ്യുവാൻ പോകുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പണം ചെലവാകും. അങ്ങനെ നോക്കിയാലും മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒരു 6 ലക്ഷം കുറഞ്ഞ പക്ഷം ആവശ്യമായി വരും. 6 ലക്ഷത്തിൽ കുറവായുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇത് തുടങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. ഈ മെഷീനുകൾ കൊണ്ട് തുടങ്ങുന്നതിന് ടൂൾസ് അത്രത്തോളം ആവശ്യമില്ല. ഇതിനാവശ്യമായി വരുന്ന ടൂൾസ് എന്തെന്നാൽ ചെറിയ ചെറിയ സ്പാനറുകൾ, അതായത് നട്ട് ബോൾട്ടുകൾ മറ്റും ലൂസായ ടൈറ്റ് ചെയ്യാൻ മെഷീനുകൾ നാം പുറത്തുനിന്നും വാങ്ങണം. വുഡ് പ്രസ് മെഷീനുകൾ കോയമ്പത്തൂരിൽ ലഭ്യമാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ് അവ കിട്ടുന്നത്. ഞാനും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോഴെല്ലാം ഇത് പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും തയ്യാർ ചെയ്യാൻ ആരംഭിച്ചതുകൊണ്ട് ഈ മെഷീൻസ് പല സ്ഥലങ്ങളിലും ലഭ്യമാണ്. എന്നാൽ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് മെഷീൻ വാങ്ങിച്ചത്. ഇരുമ്പ് മെഷീൻ, കോൾഡ് പ്രസിന്റെ ഇരുമ്പ് മെഷീൻ കിട്ടുന്നത് ഈറോഡിലാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലും അതിന്റെ ഫാക്ടറി വന്നു കഴിഞ്ഞു. അവിടെയും ഈ മെഷീൻ കിട്ടുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഈ മെഷീനുകൾ വാങ്ങാൻ കഴിയും. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഈ മെഷീന്റെ കോസ്റ്റ് എത്രയെന്ന് ചോദിച്ചാൽ, ഒരു 12 HP കപ്പാസിറ്റിയുള്ള ഒരു മെഷീൻ ഒരു ബാച്ചിൽ 20 കിലോ വരേക്കും ആട്ടിയെടുക്കാം. ആ കോൾഡ് പ്രസ് മെഷീൻ നാം വാങ്ങുന്നതിന് അതിന്റെ വില 3.25 ലക്ഷം രൂപ. 18 കിലോ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യത്തക്കവണ്ണമുള്ള മെഷീൻ, അതായത് 18 കിലോ ധാന്യത്തിൽ നിന്നും എണ്ണ എടുക്കാൻ പറ്റിയ ആ മെഷീൻ 2 ലക്ഷം രൂപ വിലയാകും. ഒരു മെഷീൻ നമുക്ക് സ്ഥാപിക്കാം, അല്ലെങ്കിൽ 2 മെഷീൻ ആവാം. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചാണ്. അതുകൂടാതെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ വേണം, ധാന്യങ്ങൾ വെയിലിൽ ഉണക്കുന്നതിന്. സോ ഇതെല്ലാം നമുക്ക് ആവശ്യം. മുഖ്യമായും നമുക്ക് മോയ്സ്ചർ മെഷീൻ നമുക്ക് തീർച്ചയായും വേണം. ഏത് ധാന്യം കൊണ്ടുവന്നാലും അത് നനവുള്ളതാണോ എന്ന് നോക്കുന്നതിന്. എത്രത്തോളം ഈറം വേണം, നമ്മൾ ഓയിൽ മെഷീനിൽ ഇടുന്നതിന് മുൻപ് ധാന്യങ്ങളുടെ ഈറം എത്രത്തോളം വേണമെന്നാൽ 7 അല്ലെങ്കിൽ 7.5, അതാണ് അതിന്റെ കണക്ക്. അതിലധികമായാൽ എണ്ണ വരില്ല. കോൾഡ് പ്രസ്ഡ് ഓയിൽ ബിസിനസ് എന്ന കോഴ്സിലെ മൂലധനവും ഉപകരണങ്ങളുടെ ആവശ്യങ്ങളും എന്നിവയടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസ് ആരംഭിക്കുന്നതിനും ആവശ്യമായ മർമ്മപ്രധാന ഭാഗമാണ് മൂലധനം. ഈ ഭാഗത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ്. കൂടാതെ രജിസ്ട്രേഷൻ, ലൈസൻസ്, തൊഴിലാളികളുടെ പരിശീലനം എന്നിവയടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി കോൾഡ് പ്രസ് ഓയിൽ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അത് ബുദ്ധിമുട്ടുണ്ടാക്കും, വളരെ സമയമെടുക്കും. സമയം, അതായത് ഒരു ബാച്ച് അരയ്ക്കുന്നതിന് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാകും. 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഒരു ബാച്ച് തീർത്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് കറണ്ടിന്റെയും സമയത്തിന്റെയും ലാഭമുണ്ടാകുന്നത്.
ധാന്യങ്ങൾ നനവുള്ളതായിരുന്നു കഴിഞ്ഞാൽ 2.5 മണിക്കൂറോളം അരച്ചാലും എണ്ണ എടുക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മോയ്സ്ചർ മെഷീൻ നമുക്ക് വേണമെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വെയിറ്റ് നോക്കുന്നതിന് വെയിങ് മെഷീന്, സീൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സീലിംഗ് മെഷീന്, ഇതെല്ലാം വേണ്ടിവരും. ഈ പറഞ്ഞ ടൂൾസ് എല്ലാം നമുക്ക് വേണ്ടിവരും. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ ഇത്രത്തോളം മെഷീൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രത്തോളം ചിലവാകുന്നു, കറണ്ട് ബില്ല് 10 HP ആകുന്നുണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ്റിന് ബില്ല് കെട്ടണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. മാത്രമല്ല അടുത്തതായി റണ്ണിങ് ക്യാപിറ്റൽ. റെഗുലറായിട്ട് ബിസിനസ് ചെയ്യുന്നതിന് നാം ധാന്യങ്ങൾ വാങ്ങണം. അതിന് പല റേറ്റ് ആകും. ചില സമയം 5 രൂപ കൂടുതലായിരിക്കും, ചിലപ്പോൾ 5 രൂപ കുറവായിരിക്കും. ആ വേരിയേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ അതിനനുസരിച്ച് എണ്ണയുടെ വില കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ലല്ലോ. ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസമെങ്കിലും ആ റേറ്റ് നമ്മൾ തുടരണം. അതിനുശേഷം കസ്റ്റമറോട് പറയാം, ഇതുപോലെ ധാന്യങ്ങൾക്ക് വില കൂടി, അതായത് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലായി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിലുകൾ, ക്യാനുകൾ, കറണ്ട് ബില്ല്, ധാന്യങ്ങളുടെ വില ഇവയൊക്കെ അധികമായെന്ന് പറഞ്ഞ് വില നമുക്ക് അല്പം കൂട്ടാൻ കഴിയും. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്നാൽ, അതായത് ആഴ്ചയിലൊരിക്കൽ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയാനുള്ള സാധ്യതയുമില്ല. വിലകൾ കുറയുന്നതിന് വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഉണ്ടാകുന്ന വിലയേറ്റം അനുസരിച്ച് നമുക്ക് വില കൂട്ടാൻ സാധ്യമല്ല. കസ്റ്റമേഴ്സിന് അത് വെറുപ്പാകും, കസ്റ്റമേഴ്സ് പിന്നെ വരില്ല. സോ അതുകൊണ്ട് ഓയിൽ റേറ്റ്സ് ഫിക്സഡ് ആയിരിക്കണം. ഓയിൽ റേറ്റ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീഡ് കോസ്റ്റ്, പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇതൊക്കെ നോക്കി ഒരു നോമിനൽ പ്രോഫിറ്റ് വരുന്നത് പോലെ നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും ആ റേറ്റിൽ നമ്മൾ വിൽക്കണം. സീഡ്സിൻ്റെ വില കൂടുമ്പോൾ എണ്ണയുടെ വില നമ്മൾ കൂട്ടുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നടുവിൽ നമ്മളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്താണ് ഇങ്ങനെ കൂടെ ഇതിൻ്റെ വില കൂട്ടുന്നതെന്ന്. അത് ബിസിനസ്സിന് നല്ലതല്ല. സോ എണ്ണയുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നല്ലത്. സോ അതുപോലെ വിലയെക്കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോൾ നിലക്കടലയുടെ റേറ്റ് 120 രൂപയാണ് 1 കിലോയ്ക്ക്. അടുത്ത 6 മാസത്തിൽ 5-10 രൂപ കൂടാനിടയുണ്ട്. ചിലപ്പോൾ ഒരു 5 രൂപ കുറയാനും സാധ്യതയുണ്ട്. സോ നിലക്കടല 120 രൂപയാണെങ്കിൽ ഒരു 125 രൂപ വെച്ച് റേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് 5 രൂപ കൂടുതലായാലും 5 രൂപ കുറവായാലും നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് തുല്യമാക്കാനാകും. ഒരു 2-3% വ്യത്യാസം മാത്രമേ കാണൂ. അധികമായി നഷ്ടമുണ്ടാകുന്നതിന് സാധ്യതയില്ല. ഇതെല്ലാം കണക്കിലെടുത്ത് ഓയിൽ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് വളരെ നല്ലത്. ഇതുപോലുള്ള ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം മില്ലിൽ കാളകളെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് വേണം. സാധാരണയായി നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം പഴയ ആശാരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം, അവരത് ചെയ്തു തരും. എല്ലാ ഗ്രാമങ്ങളിൽ ഇതുപോലെ ഓയിൽ മിൽ 1-2 കാണും. അതും വലിയ തോതിലായിരിക്കില്ല. ഇവിടെ അടകനഹള്ളിയിൽ ദേശരി നാച്ചുറൽ ഫാം നമ്മൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു 6 മില്ലുകൾ തുടങ്ങാമെന്നാണ്. 6 മില്ലുകളും, അതായത് ഒരു മാതൃക, അതായത് ഒരു സാമ്പിളിന് വേണ്ടി, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മിൽ ബിസിനസ് സക്സസ് ആകണമെങ്കിൽ അല്പാൽപമായി ഇടമുള്ളവർ, ചെറിയ ചെറിയ കൃഷിക്കാർ, അവർ അവരുടെ ഗ്രാമത്തിൽ ആദ്യം ഒന്ന് തുടങ്ങണം. ഇത് നമ്മുടെ മുൻ തലമുറക്കാർ ചെയ്തിരുന്നത് പോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടല്ലോ. അവരവരുടെ ഗ്രാമങ്ങളിൽ 1-2 മില്ലുകൾ ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. അതിന്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ വിളയിക്കാം. മറ്റു ഗ്രാമങ്ങളും അത് യൂസ് ചെയ്യണം. സോ അതുകൊണ്ട്, അതായത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഓയിൽ 350 രൂപ വരുന്നത് എന്തുകൊണ്ടെന്നാൽ, എവിടെ നിന്നോ അത് കൊണ്ടുവന്ന് അതിവിടെ പ്രോസസ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് ഗ്ലോബലൈസേഷന്റെ, സെൻട്രലൈസേഷന്റെ വേ ഓഫ് വർക്കിംഗ്. മുഖ്യമായ കാര്യം എന്തെന്നാൽ, നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്യാതെ ഇവിടെ സെൻട്രലൈസേഷൻ കോൺസെപ്റ്റ് വിട്ടുകളഞ്ഞ് അവിടെ തന്നെ വിളയിച്ച് അവിടെ തന്നെ പ്രോസസ് ചെയ്ത് അവിടെ തന്നെ വിറ്റാൽ അത് ഉപയോഗപ്രദമാണ്. അപ്പോഴേ നമ്മുടെ മുൻ തലമുറക്കാർ ഫോളോ ചെയ്ത ആ മെത്തേഡ് ഫോളോ ചെയ്ത് അവരെ പോലെ ആരോഗ്യമായി ജീവിച്ച് നമ്മുടെ പരിസരങ്ങളെയും കാത്തു സൂക്ഷിക്കുവാൻ പറ്റും. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലാണ് നാം അത് തുടങ്ങേണ്ടത്. പൊതുവെ കൃഷിക്കാരുടെ കയ്യിൽ കാളകളുണ്ട്. അവർ വളർത്തുന്ന ആ കാളകളെ തന്നെ അവർക്ക് ചക്കാട്ടുവാൻ ഉപയോഗിക്കാം. മഴ വന്നാൽ നനയാതിരിക്കുന്നതിന് നമുക്കൊരു മേൽക്കൂര വേണം. അതർവൈസ് നാം ചെറിയ രീതിയിൽ ഒരു തൊഴിൽ ആരംഭിക്കുന്നതിനും നമുക്ക് പണം വേണം. അത് വളരെ മുഖ്യം. മെഷീനുകളുടെ കാര്യമാണെങ്കിൽ, ഇപ്പോൾ എണ്ണയെടുക്കുന്നതിന് നാം ആ മെഷീനുകളെ ഉപയോഗിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്നാൽ, ഇപ്പോൾ ഉള്ള ടെക്നോളജിയിൽ ആ ഗിയർ മെക്കാനിസത്തിൽ മില്ലിൽ കാളകൾ 2 പ്രാവശ്യം വരും 1 മിനിറ്റിൽ. അത് നമുക്ക് ഈ മെഷീനുകൾ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ജേഴ്സി പശുക്കളെയും കാളകളെയും സംരക്ഷിക്കേണ്ട വിധങ്ങളുണ്ട്. അതിലൊന്ന് കൃഷി, 2 കൃഷി സംബന്ധമായ തൊഴിലുകൾ. ബട്ട് ഇന്ന് എല്ലാവരും പശുവിന്റെ പാലാണ് ചോദിക്കുന്നത്. അത് 130 കോടി ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റുമോ എന്നാൽ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് അവർ ഇത്രയും നാളും
യൂസ് ചെയ്തുകൊണ്ടിരുന്ന മായം ചേർന്ന എണ്ണയെ മാറ്റി അവർക്ക് അടുത്ത് എവിടെയൊക്കെ ഓയിൽ മില്ലുകളുണ്ടോ, ഇലക്ട്രിക് മില്ലുകളുണ്ടാവും, അവിടെ പോയി അവർക്ക് എണ്ണ പർച്ചേസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നല്ല എണ്ണകൾ, നല്ല തരമുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതിന് തീരുമാനമെടുക്കാം. ഇങ്ങനെ നാം തുടങ്ങിയതിന്റെ ഉദ്ദേശത്തെ അല്പാൽപമായി നമ്മുടെ ദേശിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോൾ ഇതുപോലെ കാളകളെ കൊണ്ട് എണ്ണ എടുക്കുന്ന വിധം എല്ലാവർക്കും അറിയുന്നുവോ, അപ്പോൾ ഇത്തരത്തിലുള്ള മില്ലുകളുടെ എണ്ണം കൂടും. ആ പഴയ കാലത്തെ പോലുള്ള ആരോഗ്യവും നമുക്ക് ലഭിക്കും. ഇത് പരിസ്ഥിതിക്ക് വളരെ നല്ലതാണ്. അത് ജോലി സാധ്യതയും ഉണ്ടാക്കും. സോ ഇതൊരു നല്ല വളർച്ച ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ കാളകളെ കൊണ്ട് ചക്കാട്ടുന്ന രീതി ഇപ്പോൾ ഇല്ല. അതിന്റെ കാരണം എന്തെന്നാൽ ഗ്ലോബലൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനുമാണ്. ചുരുക്കം ചിലർക്ക് ഈ കലയെക്കുറിച്ച് അറിവുള്ളൂ. ഞങ്ങൾ ഇത് സംരക്ഷിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ജോലികളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പഴയ കാർപ്പൻറ്റേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്കിത് ഉണ്ടാക്കിത്തരാൻ പറ്റും. വലിയ കഷ്ടമുള്ള കാര്യമല്ല. റാക്കറ്റ് ചെയ്യുന്നതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു കാര്യം, ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്തെടുക്കാം. ഇതിന്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിന്റെ കോസ്റ്റ്, അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ കോസ്റ്റ്, ഇതെല്ലാം ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ, അതായത് നമുക്ക് ആവശ്യമായ അടിസ്ഥാന വസ്തുക്കൾ, ഇവയെല്ലാം വേരിയബിൾ കോസ്റ്റിൽ വരുന്നതാണ്. ശമ്പളം, കാളകൾക്ക് കൊടുക്കുന്ന തീറ്റിയുടെ ചെലവ്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഗൂഗിളില് വുഡ് പ്രസ്ഡ് മെഷീൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ധാരാളം മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഞാൻ വളരെയധികം മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മെഷീൻസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളിവിടെ ഈ ഫാക്ടറിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാം നിങ്ങളോട്. നോക്കുക, ഓരോ മെഷീൻസിനും എക്സ്ട്രാക്ട് ചെയ്യുന്ന വിഷയത്തിൽ വിവിധങ്ങളായ പ്രയോജനങ്ങളാണ് ഉള്ളത്. എല്ലാ മെഷീനുകൾ കൊണ്ടും എല്ലാ വേലയും ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ ഈ 2-3 വർഷത്തെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ നിങ്ങളോട് പങ്കിടാൻ തയ്യാറാണ്. അതേപോലെ ഈ മില്ലുകളിലൊക്കെ മുഖ്യമായ കാര്യം എന്തിട്ടാണെന്ന് ചോദിച്ചാൽ മെയിൻ്റനൻസ്, അതൊരു പ്രധാന കാര്യമാണ്. ഒരു 2000 കിലോ ധാന്യങ്ങൾ അരച്ചു കഴിയുമ്പോൾ ആ ഉരലിന് തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. മില്ലിലെ മെഷീൻസ് വെച്ച് കഴിഞ്ഞു, അതോടെ തീർന്നു. ഇനി നമുക്ക് ജോലിയൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഓരോ മാസവും നിങ്ങൾ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ അതിന് ഫോൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഉരല് ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ 6 മാസം കൊണ്ടോ ഉടഞ്ഞു പോകാവുന്നതാണ്. ഒരു 2000 കിലോ അല്ലെങ്കിൽ 3000 കിലോ ധാന്യങ്ങൾ നിങ്ങൾ അതിലിട്ട് അരയ്ക്കുമ്പോൾ ആ ഉലക്കയുടെ സൈസ്, പിന്നെ അതിന്റെ ഉരല്, ഇതിൽ രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും തേഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് എണ്ണയാട്ടാൻ പറ്റില്ല. സോ ഇതുപോലെ റെക്കറിംഗ് കോസ്റ്റ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, അതായത് മെയിൻ്റനൻസിന് വേണ്ടി. ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ഉരലിന്റെ സൈസ് നോക്കിയാണ് ലെയ്ത്തിൽ അവരത് ചെയ്തു തരുന്നത്. സോ ഇതുപോലെ നമുക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു ഫാക്ടറി തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ നമ്മൾ മില്ലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 2 തരം മില്ലുകളുണ്ട്. ഒന്ന് ഓക്സ് മില്ല്, മറ്റൊന്ന് കറണ്ട് യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ആകുന്നത്. ഇവിടെ സപ്തം ഫാക്ടറിയിലുള്ള എല്ലാ മെഷീൻസും കറണ്ട് ഉപയോഗിച്ചാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സ് മില്ലിനും നമ്മുടെ കറണ്ടിലോടുന്ന മെഷീൻസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം എന്തെന്നാൽ അവിടെ കാളകളെ കൊണ്ടാണ് മെഷീൻ ഓടിക്കുന്നത്. ഇവിടെ കറണ്ട് മൂലം ആ മെഷീനുകൾ ഓടുന്നു. 2 മെഷീനുകളാണ്. മരം കൊണ്ടുള്ളതാണ്. മരം കൊണ്ടുള്ള ഉലക്കയും ഉരലുമാണ്. അതേപോലെ മില്ലിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയാൽ കറണ്ടിലോടുന്ന മെഷീനുകൾ 2 മുതൽ 3 വരെ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ വരെ വിലയാകുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ചാണ്. അതായത് സ്റ്റീൽ കേസിംഗ് വേണോ, അല്ല MSL മതിയോ, അങ്ങനെ ഏത് ക്വാളിറ്റി വേണം അതിലും നോക്കുകയാണെങ്കിൽ, അതുപോലെ എണ്ണ എടുക്കുന്നതിലും അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലും ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾ കരുതലോടെ സൂക്ഷ്മതയോടെ നോക്കി വേണം ആ കാര്യം ഫൈനലൈസ് ചെയ്യാനായിട്ട്. അതേപോലെ നിങ്ങൾ 3 ലക്ഷം രൂപയ്ക്ക് ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതല്ല 2 ലക്ഷം മുടക്കി സ്റ്റാർട്ട് ചെയ്താലും അതിൽ 5 മടങ്ങ്, ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെ അധികമായി വേണ്ടിവരും. ഇത് കൂടാതെ പാക്കിംഗ് മെഷീന്, വെയിങ് മെഷീന്, അതുപോലെ വേണ്ട പാത്രങ്ങള്, അതുപോലെ അരിപ്പകൾ, അതുപോലെ വെയിങ് മെഷീൻസ്, അതുപോലെ വിൽപ്പനയ്ക്കുള്ളതായ കൗണ്ടറാകട്ടെ, അതിന് ബില്ലിംഗ് മെഷീൻ വേണ്ടിവരും. ലൈസൻസ് കോസ്റ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ശമ്പളം കൊടുക്കണം, കടയ്ക്ക് അഡ്വാൻസ് ഉണ്ട്, വാടകയുണ്ട്. കൂടാതെ റോ മെറ്റീരിയൽസ് വാങ്ങണം. അതായത് ഒരു മാസത്തിൽ 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ റോ മെറ്റീരിയൽസ് മേടിക്കാനായിട്ടുള്ള തുക ആവശ്യമായി വരും. എപ്പോഴും ഒരു 6 മാസത്തെ പ്ലാൻ നേരത്തെ ചെയ്തിരിക്കണം. അങ്ങനെ 6 മാസത്തേക്ക് പ്ലാൻ ഇട്ടാൽ ഒരു ചെറിയ കടയാണെങ്കിൽ പോലും 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കയ്യിലുണ്ടായിരിക്കണം.
വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെയും നിങ്ങൾ മുതൽ മുടക്കണം. അതിന് കാരണം എന്തെന്നാൽ നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് ഇട്ടേ മതിയാകൂ. കാരണം റോ മെറ്റീരിയൽസ് അധികമാകുമ്പോൾ നിങ്ങളുടെ ചെലവും അധികമാകും. ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം വാടക, ഇലക്ട്രിസിറ്റി, സാലറി, നിങ്ങൾക്ക് GST ടാക്സസ് ഉണ്ട്, ഓരോ മാസവും ഫയൽ ചെയ്യണം. പിന്നെ വെള്ളത്തിന് എന്തെങ്കിലും ബില്ലുണ്ടെങ്കിൽ ആ ബില്ലും കെട്ടണം. ഈ 4-5 ഐറ്റം എപ്പോഴും നിങ്ങൾക്ക് ഫിക്സ്ഡ് കോസ്റ്റിൽ വരും. വേരിയബിൾ കോസ്റ്റ് എന്തെന്നാൽ ചില വിഷയങ്ങൾക്ക് ഓരോ മാസവും എത്രത്തോളം ചിലവാകുമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ 10 അല്ലെങ്കിൽ 15% മാറ്റിവെക്കണം. റോ മെറ്റീരിയൽസിന്റെ ചെലവെന്താണ്? 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഈ മാസം റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുവെങ്കിൽ ഈ മാസം നിങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കേണ്ടി വരും. കാരണം വ്യാപാരം അധികമാകുമ്പോൾ റോ മെറ്റീരിയൽസ് നിങ്ങൾ അധികമായിട്ട് വാങ്ങേണ്ടതായി വരും. അതുപോലെ മൂന്നാമത്തെ മാസം ഒരു 10%, 1.5 ലക്ഷം രൂപ അധികമായിട്ട് ആവശ്യം വന്നേക്കാം. കോൾഡ് പ്രസ് ഓയിൽ ബിസിനസിന്റെ മൂലധനവും ഉപകരണങ്ങളുടെ ആവശ്യകതയും എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി കോൾഡ് പ്രസ് ഓയിൽ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.